പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്നലെ 80-ാം സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായിട്ടും ഭംഗിയായിട്ടും ആഘോഷിച്ചു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറിലധികം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആ സംസാരിച്ചതിൽ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ 2 വിപത്തുകളെ സംബന്ധിച്ചിട്ട്, ഭീഷണികളെ സംബന്ധിച്ചിട്ട് നരേന്ദ്രമോദി സൂചിപ്പിക്കുകയുണ്ടായി. ആ ഭീഷണികൾ കൃത്യമായിട്ട് തിരിച്ചറിയണമെന്നും ആ ഭീഷണികൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ രാജ്യം സ്വീകരിക്കാൻ പോകുന്നു എന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് നരേന്ദ്രമോദി ഇന്നലെ പ്രസംഗത്തിൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പണി, ചില ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് നരേന്ദ്രമോദി ഇന്നലത്തെ ആ പ്രസംഗത്തിൽ നൽകിയത്. 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. നേരെ മറിച്ച് അദ്ദേഹം കൃത്യമായി വ്യക്തമായി പറഞ്ഞ 2 ഭീഷണികൾ, ആ 2 ഭീഷണികളെ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ, അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ച ഒരു ഭീഷണി, കാടുകളിൽ ആയുധമേന്തി നടക്കുന്ന നക്സലുകൾ, അവരെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യം തുരത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ വേറെ ചിലരുണ്ട്. അദ്ദേഹം അതിന് ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് ദിമാങ്കി നക്സലുകൾ. അതായത് മലയാളത്തിൽ കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബൗദ്ധിക നക്സലുകൾ, മാനസിക നക്സലുകൾ. അതായത് മാനസികമായിട്ട് നക്സലുകളുടെ തലച്ചോറുകൾ പേറിക്കൊണ്ട് നടക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ ഭരണസിരാ കേന്ദ്രത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. സർക്കാരിന്റെ രൂപീകരണത്തിലെ ചില കമ്മിറ്റികളിൽ ഇത്തരം മാനസിക ബൗദ്ധിക നക്സലുകൾ ഉണ്ട്. ഇവർ ആയുധം കൊണ്ടല്ല, ഇവർ ആശയം കൊണ്ടാണ് സമൂഹത്തെ മലിനമാക്കുന്നതും എന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം, ആയുധങ്ങൾ കൊണ്ട് നേരിട്ട് പോരാടുന്ന നക്സലുകളെ രാജ്യം ഏതാണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ചില ആളുകൾ അവര് നക്സലിസത്തിന്റെ, മാവോയിസത്തിന്റെ ബൗദ്ധികത, ബുദ്ധിപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള ചിന്തകൾ പേറുന്ന ആളുകളാണ്. അവര് രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലും നിർണായക നയരൂപീകരണ കമ്മിറ്റികളിലും ഇതേ ആളുകൾ, ഇതേ മാനസികാവസ്ഥയുള്ള ആളുകൾ ഇരിക്കുന്നു. അവര് ആശയം കൊണ്ട് സമൂഹത്തെ മലിനമാക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഇതിന്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്തരത്തില് സമൂഹത്തെ മലിനമാക്കുന്ന മാനസിക നക്സലുകൾ, ബൗദ്ധിക നക്സലുകളെ രാജ്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ അർത്ഥം രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വരും നാളുകളിൽ ഇത്തരം മാനസിക നക്സലുകളെ, ബൗദ്ധിക നക്സലുകളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെയുള്ള നടപടികൾ രാജ്യം സ്വീകരിക്കും എന്ന വ്യക്തമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നലെ നരേന്ദ്രമോദി രാജ്യത്തോടായിട്ട് നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ ഒരു പ്രധാന ഭീഷണി, അദ്ദേഹം പ്രധാന പോയിന്റ്, രാജ്യം നേരിടുന്ന ഒരു പ്രധാന ഭീഷണി എന്ന നിലയ്ക്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എന്തുകൊണ്ടാണ് ഈ ബൗദ്ധിക നക്സലുകളെ കുറിച്ചിട്ട് ഇത്ര കൃത്യമായിട്ട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി സൂചിപ്പിക്കാൻ കാരണം? അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഇക്കൂട്ടർ നശിപ്പിക്കുകയാണെന്നാണ്. അത് അദ്ദേഹം പറയാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് 40 വർഷമായിട്ട് അതിദുരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോയിരുന്നു.
മാത്രമല്ല ഈ നക്സലിസത്തെ ആയുധമേന്തിയ നക്സലുകളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ 3500-ലധികം വിലപ്പെട്ട പട്ടാളക്കാരുടെ ജീവനാണ് നഷ്ടമായത്. അതിലും കൂടുതൽ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി അത് നാശത്തിലാക്കി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജ്യം നേരിട്ട ഒരു വലിയ ഭീഷണിയായിരുന്നു ഈ നക്സലിസം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞത്, ആയുധമേന്തിയ നക്സലുകളെ അവസാനിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും ഈ ആശയം പേറുന്ന ബൗദ്ധിക നക്സലുകളെ, സിസ്റ്റത്തിനുള്ളിൽ നുഴഞ്ഞു കയറി സിസ്റ്റത്തെ തന്നെ, ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുന്ന ഈ നക്സലുകളെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ടെന്നും അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നും നരേന്ദ്രമോദി രാജ്യത്തോട് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞത്. രണ്ടാമതായി നരേന്ദ്രമോദി രാജ്യത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ഭീഷണി, രാജ്യം നേരിടുന്ന ഒരു വലിയ ഭീഷണി എന്ന് പറയുന്നത്, അതിർത്തിക്കപ്പുറത്തു നിന്നും രാജ്യത്തിന് നിരവധിയായിട്ടുള്ള ഭീഷണികൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിനുള്ളിൽ ആഭ്യന്തരമായിട്ടും പലതരത്തിലുള്ള ഭീഷണികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധി കണ്ടെത്തണം. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് ആധുനിക സുരക്ഷാ സംവിധാനങ്ങളിൽ പരിശീലനം നേടിയ ഒരു സിവിൽ ഫോഴ്സിനെ രാജ്യത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പ്രയോഗിച്ച വാക്ക് സിവിൽ ഡിഫൻസ് എന്നാണ്. അതായത് സാധാരണ പൗരന്മാരെയും സുരക്ഷയിൽ പങ്കാളികളാക്കുന്നു എന്നുള്ളതാണ്. അവരെ വെറുതെ പങ്കാളികളാക്കുകയല്ല, മികച്ച രീതിയിലുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള അവർക്ക് പരിശീലനം നൽകുന്നു. എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ടൊരു സിവിൽ ഡിഫൻസിനെ സൃഷ്ടിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, രാജ്യത്ത് ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, രാജ്യത്തെ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ട്. അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം രാജ്യത്തിന്റെ ഉള്ളിലുള്ള ആഭ്യന്തരമായിട്ട് ഈ ബാഹ്യമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്നുണ്ടാകുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ രാജ്യത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പൗരന്മാരെ തന്നെ, ആ പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള അത്യാധുനിക പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് ഒരു സിവിൽ ഡിഫൻസിനെ രൂപീകരിക്കണം എന്നാണ് അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന്റെ അർത്ഥം രാജ്യത്തിന് പുറത്ത്, അതേപോലെ അതിർത്തിക്കുള്ളിലെ പ്രശ്നം, അതിർത്തിക്ക് അപ്പുറത്തുള്ള പ്രശ്നം മാത്രമല്ല, രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, ആഭ്യന്തര കുഴപ്പങ്ങൾ രാജ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ നടപടികളിലേക്ക് രാജ്യം പോകും എന്ന് തന്നെയാണ്. അതായത് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ, ഇന്ത്യക്കുള്ളിൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ചില കുഴപ്പങ്ങളെ രാജ്യം കൃത്യമായി നോക്കിക്കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ നടപടികൾ രാജ്യത്തെ പൗരന്മാർക്ക് തന്നെ പരിശീലനം നൽകി ആ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ഇന്നലത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. അത് രാജ്യവും ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ ചർച്ചയാക്കിയേക്കാം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം നടത്തുന്ന സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ രാജ്യവും ലോകവും ഒക്കെ തന്നെ ചർച്ചയാകാറുണ്ട്. പക്ഷെ ഇന്നലെ അദ്ദേഹം നടത്തിയ 80ാം സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗത്തെ സംബന്ധിച്ചിട്ട് അതിലെ ഈ 2 കാര്യങ്ങൾ, അതായത് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മലിനമാക്കുന്ന, കശാപ്പ് ചെയ്യുന്ന നക്സലുകൾ, ബൗദ്ധിക നക്സലുകൾ, അതേപോലെ തന്നെ മാനസിക നക്സലുകൾ, ഇവർക്കെതിരെ, ഇവരെ രാജ്യം തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതും, അതേപോലെ തന്നെ രാജ്യത്തിനുള്ളിലെ അതിർത്തിക്കപ്പുറത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ ആഭ്യന്തര പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നേരിടുവാൻ വേണ്ടിയിട്ടൊരു പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി, പൗരന്മാരുടെ പങ്കാളിത്തത്തോടുകൂടി അവർക്ക് പരിശീലനം നൽകിക്കൊണ്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം സിവിൽ ഡിഫൻസ് ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു. അതിന്റെ അർത്ഥം കൃത്യമായി രാജ്യത്തിന് നേരെ വരുന്ന ഭീഷണികളെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് രാജ്യം കടക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് അത്ര നല്ല കാലമല്ല ഇനി വരാനിരിക്കുന്നത് എന്നുള്ള കൃത്യമായ സൂചനയാണ് ഇന്നലെ നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നടത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമസ്കാരം.